സിനിമാ രംഗത്ത് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ക്രിമിനൽ കേസെടുക്കണമെന്ന ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം മുദ്രവെച്ച കവറിൽ നൽകാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 10 കോടതിയിൽ ഹാജരാക്കാനാണ് നിർദ്ദേശം. കേസെടുക്കുന്നത് സംബന്ധിച്ച് സർക്കാർ വിശദമായ സത്യവാങ്മൂലം നൽകണമെന്ന് നിർദ്ദേശിച്ച കോടതി ഹർജിയിൽ വനിതാ കമ്മീഷനെയും കക്ഷി ചേർത്തു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ സംസ്ഥാന സർക്കാർ എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ ഒരുങ്ങുന്നതെന്നും ഹൈക്കോടതി ആരാഞ്ഞു. റിപ്പോർട്ടിൽ മൊഴി നൽകിയവരുടെ പേര് വിവരങ്ങൾ സർക്കാരിന്റെ പക്കലുണ്ടോ എന്ന ചോദ്യത്തിന് അത് കോൺഫിഡൻഷ്യൽ ആണെന്നാണ് സർക്കാരിനു വേണ്ടി ഹാജരായ അറ്റോർണി ജനറൽ ഡിവിഷൻ ബെഞ്ചിനെ അറിയിച്ചത്. എന്നാൽ സമൂഹത്തെ ബാധിക്കുന്ന ഗൗരവതരമായ വിഷയമാണിതെന്ന് ചൂണ്ടിക്കാട്ടി അതിനോട് വിയോജിച്ച ബെഞ്ച് റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം ഹാജരാക്കാൻ ഉത്തരവിടുകയായിരുന്നു. അതേസമയം മലയാളം സിനിമാ മേഖലയിലെ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട റിട്ടയർഡ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണം കാപട്യം നിറഞ്ഞതും സ്വന്തം ഉത്തരവാദിത്തത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടവുമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആരോപിച്ചു. ഇരകളെയും വേട്ടക്കാരെയും ഒരുമിച്ചിരുത്തിയുള്ള കോൺക്ലേവ് സ്ത്രീത്വത്തിനെതിരായ നടപടിയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അത്തരമൊരു കോൺക്ലേവ് നടത്തിയാൽ തടയുമെന്നും പ്രതിപക്ഷ നേതാവ് മുന്നറിയിപ്പ് നൽകി. റിപ്പോർട്ട് 4.5 വർഷം മറച്ചുവെച്ച മുഖ്യമന്ത്രി ചെയ്തത് കുറ്റകരമായ കാര്യമാണെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ഇന്നറിയാൻ കണ്ണൂർ.